നമസ്കാരം ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ പേര് സൂരജ്. ഞാനിപ്പോ നിൽക്കുന്നത് ഓസ്ട്രേലിയയിലാണ്. അപ്പോൾ ഇവിടുത്തെ ഓസ്ട്രേലിയയുടെ വിശേഷങ്ങളാണ് ഞാൻ എപ്പോഴും ഈ നമ്മളുടെ വീഡിയോയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇവിടെ ഓസ്ട്രേലിയയിൽ വന്നിട്ട് ഞാനിപ്പോ എത്തിയിട്ട് ഒരു വർഷമായി. 2023 മെയ്യിലാണ് ഞാൻ ഓസ്ട്രേലിയയിൽ വന്നത്. ഇവിടെ എത്തിയതിനു ശേഷം ഞാൻ വണ്ടി എടുത്തായിരുന്നു. ഒരു സെക്കൻഡ് ഹാൻഡ് വണ്ടിയാണ് നമ്മൾ ആദ്യമേ ഇവിടെ വന്നപ്പോൾ തന്നെ എടുത്തത്. അയർലാൻഡിൽ നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ വണ്ടി ഓഡി ആയിരുന്നു. അപ്പം ഓഡി എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ അടുത്ത് നമുക്ക് പ്രത്യേക ഇഷ്ടമുള്ളത് കൊണ്ടും അതിന്റെ ഒരു കംഫർട്ട്നെസ് ഒക്കെ എല്ലാം കൊണ്ട് നമ്മൾ ഇവിടെ വന്നെടുത്തത് ഓഡിയുടെ Q5 ആണ്. 2 ലിറ്റർ ഡീസൽ എൻജിനാണ് എടുത്തത് കേട്ടോ. വണ്ടി എടുത്ത് നല്ല വണ്ടിയായിരുന്നു. വണ്ടി എടുത്ത് കുറച്ചാള് ഒരു 3 മാസം ആയില്ല. വണ്ടി എടുത്ത് നമ്മളെ വീട്ടിലേക്ക് വന്നപ്പോൾ തന്നെ നമുക്കൊരു പണി കിട്ടി. അതിന്റെ ഗിയർ ബോക്സ് പ്രോബ്ലം ആയിരുന്നു. അത് ഫസ്റ്റ് ഡ്രൈവ് ഷോറൂമിൽ നിന്ന് നമ്മൾ വണ്ടി എടുത്ത് നമ്മളുടെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ അതിന്റെ ഗിയർ ബോക്സ് പ്രോബ്ലം ആയി. പിന്നെ അവരത് ശരിയാക്കി തന്നു. നമ്മൾ വാങ്ങിച്ച കടയിൽ തന്നെ കൊണ്ടേ കൊടുത്തപ്പോഴത്തേക്കും അത് ശരിയാക്കി തന്നു അവര്. അതിനുശേഷം വണ്ടി ഓടിച്ചൊരു 3 മാസം ആയില്ല. അതിനുള്ളിൽ തന്നെ അതിന്റെ ഡീസൽ വണ്ടി ആയിരുന്നല്ലോ, അപ്പോൾ അതിന്റെ ഹൈ പ്രഷർ ഫ്യൂവൽ പമ്പ് ബ്രേക്ക് ആയിട്ട് അതിന്റെ മെറ്റൽ പാർട്ടിക്കിൾസ് എല്ലാം ഹോൾ ഫ്യൂവൽ സിസ്റ്റത്തിന്റെ അകത്തോട്ട് റണ്ണായി. അങ്ങനെ ഫ്യൂവൽ സിസ്റ്റം കംപ്ലീറ്റ് പോയി. അപ്പൊ നമ്മൾ അത് കടയിൽ കൊണ്ടേ കൊടുത്തപ്പോഴത്തേക്കും അവർ ഡയഗ്നോസ് ചെയ്തിട്ട് പറഞ്ഞു ഇത് മാറ്റണം, നമുക്ക് മാറ്റാതെ അതായത് കംപ്ലീറ്റ് ഫ്യൂവൽ സിസ്റ്റം കംപ്ലീറ്റ് മാറ്റണം എന്ന് പറഞ്ഞു. അങ്ങനെ മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ അന്വേഷിച്ചപ്പോഴത്തേക്കും ഫസ്റ്റ് ഞാൻ ഓഡിയിലാണ് പോയി അന്വേഷിച്ചോ. ഓഡി സർവീസിംഗ് സെന്ററിൽ പോയി അന്വേഷിച്ചപ്പോഴത്തേക്കും അവർ പറഞ്ഞത് $33,000 അങ്ങനെ ഓക്കെ $30,000 അപ്രോക്സിമേറ്റ്ലി അതിന് മുകളിലാണ് അവർ പറഞ്ഞു കേട്ടോ, ഈ ഹോൾ ഫ്യൂൽ സിസ്റ്റം മാറ്റാൻ വേണ്ടിട്ട്. അപ്പൊ നമ്മൾ അത്രയും പോലും പൈസ മുടക്കിയിട്ട് അതിന്റെ പകുതി പൈസ നമ്മൾ വണ്ടിക്ക് മുടക്കിയിട്ടുള്ളൂ. അപ്പോ അത് പ്രാക്ടിക്കൽ അല്ലാത്തത് കൊണ്ട് പിന്നെ നമ്മൾ ഈ വാങ്ങിച്ച കടയിൽ തന്നെ നമ്മൾ ചോദിച്ചു. അങ്ങനെ അവരുടെ കൂടുതൽ ആർഗ്യുമെന്റ്സ് നടത്തി. അങ്ങനെ അവര് വണ്ടി തിരിച്ചെടുക്കില്ല, വണ്ടി മാറ്റി തരില്ല എന്നൊക്കെ എല്ലാം പറഞ്ഞു. അങ്ങനെ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ കൺസ്യൂമർ അഫയേഴ്സിനെ നമ്മൾ കോൺടാക്ട് ചെയ്തു. ഓസ്ട്രേലിയൻ കൺസ്യൂമർ അഫയേഴ്സിനെ കോൺടാക്ട് ചെയ്തപ്പോഴത്തേക്കും അവര് കുറച്ച് പോയിന്റ്സ് പറഞ്ഞു തന്നു. അതായത് ഇവർക്കൊരു മെയിൽ അടക്കാൻ വേണ്ടി, നമ്മളുടെ വാങ്ങിച്ച കടയിലേക്ക് ഒരു മെയിൽ അടക്കാൻ വേണ്ടിയിട്ട് അവര് കുറെ പോയിന്റ്സ് പറഞ്ഞു തന്നു. അപ്പൊ ഞാൻ പോയിന്റ്സ് ഇപ്പൊ ആഡ് ചെയ്യാട്ടോ, നിങ്ങളെ കാണിച്ചുതരാം. ഞാൻ ആ ഇമെയിൽ ഞാൻ ഇപ്പൊ നമ്മളുടെ ഈ വ്ളോഗിന്റെ അകത്ത് ഞാൻ കാണിച്ചുതരാം നിങ്ങളെ. ഓക്കെ, അപ്പൊ അങ്ങനെ ആ പോയിന്റ്സ് എല്ലാം വെച്ചിട്ട് നമ്മൾ ഈ കടയിൽ അടച്ചു കൊടുത്തു. അപ്പോൾ അടച്ചു കൊടുത്തപ്പോഴത്തേക്കും അവര് അത് കണ്ടപ്പോഴത്തേക്കും അവർക്ക് ഇത്തിരി ടെൻഷനായി. അങ്ങനെ അവര് നമ്മളുടെ അടുത്ത് ഇരുന്നു സംസാരിച്ചു. അങ്ങനെ അവര് വണ്ടി മാറ്റിത്തരാന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടി അപ്പൊ അവരുടെ കയ്യിലുള്ള ഏതെങ്കിലും ഒരു വണ്ടി, ഏകദേശം ആ വിലയുള്ള വണ്ടി അല്ലെങ്കിൽ അതിന് മുകളിലേക്കുള്ള വണ്ടി, വിലയുള്ള വണ്ടി ആണെങ്കിലും കുഴപ്പമില്ല, ബാക്കിയുള്ള എക്സ്ട്രാ പൈസ കൊടുത്തിട്ട് വണ്ടി എടുത്താൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മള് എന്താ പറയാ, അങ്ങനെ ഒരു നീണ്ട ഒരു 6-7 മാസത്തെ ഒരു ആർഗ്യുമെന്റ്സും ടെൻഷനും സ്ട്രെസ്സും അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ ഈ പറഞ്ഞ പോലെ ഈ ആ ഷോറൂമിൽ ഒരു ഹോണ്ട സിവിക് കണ്ടായിരുന്നേ. നമ്മള് ഹോണ്ട സിവിക് ഹാച്ച് ബാക്ക് അതെടുത്ത് അത് ഇഷ്ടപ്പെട്ടായിരുന്നു. റെഡ് വണ്ടിയായിരുന്നു, നല്ല വണ്ടിയായിരുന്നു, കാണാൻ നല്ല രസമായിരുന്നു. കിലോമീറ്റർ കുറച്ച് ഹൈ ആയിരുന്നു, പക്ഷെ എങ്കിലും കുഴപ്പമില്ല. ഹോണ്ട അല്ലേ, കാണാനും എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടമായിരുന്നു. ആ വണ്ടി പ്രത്യേക കളറെല്ലാമായിരുന്നു. അങ്ങനെ ആ വണ്ടി നമ്മള് പുതിയ എഗ്രിമെന്റ് എല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷം അവര് റോഡ് വർത്തി, അതായത് ഇവിടെ നമ്മൾ ഒരു വണ്ടി ഒരാളുടെ പേരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുന്നേ ഇവിടുത്തെ ഗവൺമെന്റിന്റെ അപ്രൂവ് ആയിട്ടുള്ള ഓരോ സെന്റേഴ്സിൽ ചെന്നിട്ട് എന്താ പറയാ ടെസ്റ്റിംഗ് ഉണ്ട്. ഇപ്പൊ നമ്മളുടെ റോഡ് വർത്തി എന്ന് പറയും ഇവിടെ വിക്ടോറിയയില്. അപ്പൊ റോഡ് വർത്തി ചെയ്യാൻ വേണ്ടിയിട്ട് അവർ കൊണ്ടുപോയ സമയത്ത് ആ വണ്ടി ആക്സിഡന്റ് ആയി. അങ്ങനെ ആ വണ്ടി നമ്മളുടെ കയ്യിൽ നിന്ന് പോയി. അങ്ങനെ പിന്നെയും നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നേ ആ വണ്ടി, അതായത് ആ സെക്കൻഡ് ഹാൻഡ് ഷോറൂമില് അടുത്തടുത്ത വണ്ടികൾ. അങ്ങനെ വന്ന ഒരു വണ്ടിയാണ് ഇത് മസ്ദയുടെ 2 എന്ന് പറഞ്ഞ ഒരു മോഡലാണ്. കിലോമീറ്റർ 30,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷെ നമ്മളുടെ ഓടിനേക്കാളും ഒരു $1,000 കൂടുതൽ കൊടുക്കേണ്ടി വന്നു ഈ വണ്ടിക്ക്. പക്ഷെ എങ്കിലും കുഴപ്പമില്ല, ആ ഒരു വലിയൊരു സ്ട്രെസ്സിൽ നിന്ന് ഒഴിവായി. കാര്യം നമ്മളില് എന്താ പറയാ, ആ സമയത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കും ഡ്യൂട്ടിക്ക് പോകണം, ട്രീസക്കും ഡ്യൂട്ടിക്ക് പോകണം. അപ്പൊ അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും നമുക്ക് 2 വണ്ടി ഇല്ലാത്തൊരു അവസ്ഥ വളരെ ബുദ്ധിമുട്ടായിരുന്നു. എന്താ പറയാ, നമ്മളെപ്പോഴും ടാക്സി യൂബർ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നു. അപ്പം അതാണെങ്കിൽ തന്നെ ഒരു ദിവസം വൺ സൈഡ് ട്രീസൊക്കെ വൺ സൈഡ് അങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് പോകാൻ വേണ്ടി 7 കിലോമീറ്റർ ഉള്ളൂ. പക്ഷെ 7 കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ടാക്സിക്ക് ആവുന്ന പൈസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ $22.
അപ്പൊ തന്നെ അപ്പ് ആൻഡ് ഡൗൺ $44. അങ്ങനെ നമ്മളുടെ പൈസയും പൊക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ ആ ഒരു സമയത്ത് നമുക്ക് എത്രയും പെട്ടെന്ന് ഒരു വണ്ടി വേണം എന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അങ്ങനെ കുഴപ്പമില്ലാത്തൊരു വണ്ടി ഒത്തു കിട്ടി. ഇതെന്ന് പറയുമ്പോഴത്തേക്കും എന്താ ഒരു 10,000 കിലോമീറ്റേഴ്സ് ആകുമ്പോഴത്തേക്കും ഓയിൽ ചേഞ്ച് ചെയ്യുക, ഓയിലും ഫിൽറ്ററും ചേഞ്ച് ചെയ്യുക, ഓടിച്ചുകൊണ്ട് നടക്കുക. പിന്നെ എന്തെങ്കിലും കംപ്ലൈന്റ് വരുമ്പോൾ ആ സമയത്ത് നോക്കാന്നുള്ളൂ. വേറെ ഒരു സ്ട്രെസ് ഇല്ലാത്തൊരു വണ്ടി. നമ്മളുടെ ഈ ടൊയോട്ട യാരിസ് എന്നൊക്കെ പറയുന്ന പോലെ ഒരു ബ്രാൻഡാണ്. ഒരു 6 എയർ ബാഗ്സ് ഉണ്ട്. എന്താ പറയാ 4 സ്റ്റാർ നമ്മുടെ ANCPയില് സേഫ്റ്റിയുടെ റേറ്റിംഗിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 5 സ്റ്റാർ ആണ് മൊത്തത്തിൽ. അതിൽ 4 സ്റ്റാർ ഉണ്ട് ഈ വണ്ടിക്ക്. 6 എയർ ബാഗ്സ് ഉണ്ട്. പിന്നെന്താ റേസൊക്കെ ഇപ്പം ഒരു പുതിയ ഡ്രൈവർ എന്നുള്ള രീതിക്ക് ഓടിച്ചുകൊണ്ട് നടക്കാനാണെന്നുണ്ടെങ്കിലും കോമ്പാക്ട് ആയിട്ടുള്ള വണ്ടി എന്നുള്ള രീതിയിൽ ഒതുങ്ങിയൊരു വണ്ടി. ഇതാണ് വണ്ടിയെ.